ഹലോ, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളുണ്ട്, ഞാനും എൻ്റെ കിച്ചും. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു മാർഷൽ ആർട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവനെ കരാട്ടയിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഗ്ലൂട്ടാഹയുടെ വാസ്ലിൻ മോയ്സ്ചറൈസറാണ്. വേറെ ഒന്നുമില്ല, ഈ മോയ്സ്ചറൈസർ ഇടും, കണ്ണെഴുതും, പൊട്ട് തൊടും, ചന്ദനം തൊടും. അതാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ഈ ഡ്രസ്സ് വലുതാവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതെയോ ഞാൻ ചെറുതാവുന്നതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇത് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഒത്തിരി വർഷം മുന്നേ ഉള്ളതാണ്, പക്ഷേ ഡ്രസ്സ് വലുതാവുന്നതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇത് മുടി ശരിക്കും പറഞ്ഞാൽ നേരത്തെ തൊട്ട് സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. ഇത് എപ്പോഴോ ഇങ്ങനെ കേളി ഹെയറായി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തലയിൽ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണറാണ്, ദീദീൻ്റെ കണ്ടീഷണറാണ് ഇപ്പോൾ ഇടുന്നത്. അതെന്താ വെച്ചാൽ ദീദീൻ്റെ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ദീദീൻ്റെ കണ്ടീഷണർ. പിന്നെ കേളി ഹെയറായി മാറിയല്ലോ, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കേളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെന്താ, വേറെ ഒന്നുമില്ല. ഇനി ഒരു പൊട്ട് തൊടണം, കണ്ണെഴുതണം, അത്രക്കുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. നമ്മൾ ഇരുന്നു, ക്യാമറയിൽ നോക്കി കണ്ണെഴുതാൻ അറിയില്ലാത്ത ഞാൻ ഒരു ശ്രമം നടത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ നേരത്തെ സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് പിന്നെ കേളി ഹെയറായി മാറിയ ആളുകളൊക്കെ? അപ്പോൾ ഒരു ശ്രമം നടത്തി, പക്ഷെ അത് നല്ല വൻ പരാജയമായതുകൊണ്ട് തോറ്റു. അപ്പോൾ ഞാൻ കരുതി ഇനി മിററിൽ നോക്കി എഴുതിയിട്ട് വരാമെന്ന്. മിററിൽ നോക്കി എഴുതി. നമ്മുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനമാണ് ചന്ദനം എന്ന് പറയുന്നത്. ചന്ദനം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു തണുപ്പ് തരും. അതിനാണ് നമ്മൾ നെറ്റിയിൽ ചന്ദനം വെക്കുന്നത്. ചന്ദനം തണുപ്പുള്ളൊരു വസ്തുവാണ്. അത് വളരെ നല്ലതാണ്. എത്ര അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് ശരിയാവുന്നില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ടാണ് ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചന്ദനം തൊട്ടു. പിന്നെ നമ്മൾ കഴുത്തിൽ തൊടുന്നത് നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അച്ഛന് നല്ലത് വരും അങ്ങനെയൊക്കെ ആണ് കേട്ടോ പറയുന്നത്. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. ഒരു പൊട്ടൂടെ തൊടാം. ലൈനർ. ഇതാണ് എൻ്റെ മോൻ, ഇതാണ് എൻ്റെ കിച്ചുക്കുട്ടൻ. ഞങ്ങൾ കരാട്ട ക്ലാസ്സിൽ പോവാണ്. ഫോട്ടോ എടുക്കാമെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ.